Hi friends, welcome to Orange Zone. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത ഡാഷ് ക്യാമിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ നൈറ്റ് വ്യൂവും പിന്നെ അതിൻ്റെ അഡാസ് ഫീച്ചേഴ്സും സെറ്റിങ്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. സോ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഡാഷ് ക്യാമിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ. ഇതിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കടന്നു നോക്കാം. അപ്പോൾ ഇതിൽ 4 സ്വിച്ചസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കൺട്രോൾസ് വരുന്നത്. ഇവിടെ ഒരു സ്വിച്ച് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ഇതിൻ്റെ ഇന്റർഫേസ് കാണുന്നത് ഇത് നമ്മുടെ ക്യാമറ, റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും കാണിക്കുന്ന സ്വിച്ചാണ്. ദെൻ ഈ സെക്കൻഡ് വണ് ഇത് നമ്മുടെ എമർജൻസി വീഡിയോസിൻ്റെ ഡൗൺലോഡിംഗ് ഒക്കെയാണ് കാണിക്കുന്നത്. ദെൻ ഇത് ആൽബമാണ്, ആൽബം എടുക്കാനുള്ള ഓപ്ഷൻ. ഇവിടെയാണ് സെറ്റിങ്സ് വന്നിരിക്കുന്നത്. സെറ്റിങ്സ് ഓൺ ആക്കിയ ശേഷം അതിൽ വീഡിയോ സെറ്റിങ്സ് കാണാം. വീഡിയോ സെറ്റിങ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എമർജൻസി വീഡിയോ, ദെൻ പാർക്കിംഗ് സർവൈലൻസ്, ടൈം ലാപ്സ് വീഡിയോ, റെക്കോർഡിംഗ് ഡ്യൂറേഷൻ, വീഡിയോ സ്റ്റോറേജ്, വീഡിയോ റെസൊല്യൂഷൻ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ റിഫ്രഷ് റേറ്റ്, WDR, സ്പീഡ്, ലാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 70 ലോഗോ വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ അത് ഓഫാക്കി വെക്കാം. പിന്നെ സിസ്റ്റം സെറ്റിങ്സിലാണ് വൈഫൈൻ്റെ ഒക്കെ കൺട്രോൾസ് വന്നിരിക്കുന്നത്. അത് വൈഫൈൻ്റെ കൺട്രോൾസും പിന്നെ ഓഡിയോ റെക്കോർഡിങ് അത് വേണമെങ്കിൽ ഓഫാക്കാം, ഓണാക്കാം. ഇതിലാണ് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം, അഡാസ് ഫീച്ചറിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ സ്ക്രീൻ സേവർ, ടൈം ഔട്ട്, അത് നമുക്ക് എത്ര നേരം ഈ ഡിസ്പ്ലേ ഓണാക്കി വെക്കാം എന്നുള്ളതിനെ പറ്റി പറയുന്നതാണ്. പിന്നെ സ്പീക്കർ വോളിയം അത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. സ്പീക്കർ വോളിയത്തിൽ ഇതേപോലെ ഹൈ, മീഡിയം, ലോ എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ വന്നിരിക്കുന്നത് ഓട്ടോ ഓഫ് ആൻഡ് സ്റ്റോപ്പ്. ഇത് തനിയെ തന്നെ അത് ഡിസ്പ്ലേ ഓഫ് ആവുന്നതാണ് ഓട്ടോ ഓഫ് കാണിക്കുന്നത്. സിസ്റ്റം ടൈം കാര്യങ്ങൾ, സിസ്റ്റം ലാംഗ്വേജ്, പിന്നെ ഡേറ്റ് ഫോർമാറ്റ് ചെയ്യണമെന്ന്, അങ്ങനെ ഡ്രൈവിംഗ് ഡ്യൂറേഷൻ അലേർട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ നേരെ ഫാക്ടറി റീസെറ്റിലേക്ക് പോവാം. ദെൻ അതേപോലെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത ശേഷം ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ദെൻ സിസ്റ്റം അപ്ഡേറ്റ്, അത് ഇപ്പോൾ മൊബൈലിൽ വരുന്ന പോലെ തന്നെ സിസ്റ്റം അപ്ഡേറ്റ് ഇതിലും വരും. അപ്പോൾ അതും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൽ നേരത്തെ ഉള്ളത് തന്നെയാണെന്നാണ് കാണിക്കുക, പുതിയൊന്നും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് 75 ഡാഷ് ക്യാം പ്രോ കറണ്ട് വേർഷനും പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനിയിപ്പോൾ അഡാസ് ഫീച്ചറിനെ പറ്റിയിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള വീഡിയോസ് വെച്ചിട്ട് കാണിച്ചു തരാം. ഇതിലെ അഡാസ് ഫംഗ്ഷൻ നമുക്ക് ഓണാക്കി നോക്കാം. അതിൽ സിസ്റ്റം സെറ്റിങ്സ് പോയിട്ട് 4th ഓപ്ഷൻ ഉണ്ടാവും, അതാണ് അഡാസ് ഫംഗ്ഷൻ. നമ്മൾ ഓണാക്കിയ ശേഷം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടാവും. അപ്പോൾ അഡാസ് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ നമ്മൾ ഓടിക്കണം എന്നാണ് കമ്പ്യൂട്ടർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ലൈൻ ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, അതേപോലെ നമ്മളിപ്പോൾ ലൈന് കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ലൈൻ ഡിപ്പാർച്ചർ പറയുന്നതായിരിക്കും. ഇതിപ്പോൾ ലൈക്ക് ദിസ്. ഇവിടെ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. കട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലെത്തുമ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ വളവാണ്, ഇവിടെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത് ഇതേപോലെ തന്നെ പറയുന്നതാണ്. ഇനി വണ്ടി ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് വാർണിംഗ് സിഗ്നൽസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ നൈറ്റ് വ്യൂ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പുറകിൽ വരുന്ന വണ്ടികളാണെങ്കിലും മുമ്പിൽ പോകുന്ന വണ്ടികളാണെങ്കിലും നമുക്കതിൻ്റെ നമ്പർ പ്ലേറ്റ്സ് ഒക്കെ നല്ലോണം റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വെഹിക്കിൾ അലേർട്ട് സിസ്റ്റം ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അഡാസ് ഫീച്ചേഴ്സൊക്കെ നല്ലോണം ആ സമയത്തും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മഴയത്താണെങ്കിലും നല്ല വിസിബിലിറ്റി തരുന്ന ക്യാമറകളാണ് ബാക്കിലും മുമ്പിലും ഉള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഡാഷ് ക്യാം പ്രോയുടെ റിയർ വ്യൂവും ഫ്രണ്ട് വ്യൂവിൻ്റെയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അഡാസ് ഫീച്ചേഴ്സിൻ്റെയും അതിൻ്റെ സെറ്റിങ്സുമാണ് നമ്മളതൊന്ന് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.